ഹലോ ഗൈസ്. വയലൻസ് വയലൻസ് വയലൻസ്. നമ്മുടെ മാർക്കോ മൂവി കണ്ടു. അതിന്റെ ഒരു ചെറിയ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അപ്പൊ നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ പവർ പെർഫോമൻസ് വയലന്റ് ആക്ഷൻ പ്രേമികൾക്ക് വിരുന്നാണ് മാർക്കോ. അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയണത്. എനിക്ക് ആ മൂവിയുടെ ഓരോ പാർട്ടും അതിൽ ഓരോ ഫൈറ്റ് സീക്വൻസും എല്ലാം ഒന്നിനൊന്ന് പൊളപ്പനായിട്ടായിരുന്നു. അണിയര പ്രവർത്തകരുടെ മോസ്റ്റ് വയലൻസ് ഫിലിം എന്ന അവകാശത്തോട് ഇവര് 100% നീതി പുലർത്തിയണം. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ മൂവി അല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം നിങ്ങൾ ഫാമിലി ആയിട്ട് കൊണ്ടുപോകാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം വേറെ ഒന്നല്ല, ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു മലയാളം റേറ്റഡ് ചിത്രത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ അതിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ് കേട്ടോ മാർക്കോ എന്ന് പറയുന്നത്. ഇത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലെ ആക്ഷൻ സിനിമകളിലെ ഒരു നാഴികക്കല്ലായി മാറുക കേട്ടോ നമ്മുടെ ഈ മാർക്കോ. ഉണ്ണിമുഖത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പോളപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയാലോ, ഞാൻ ഇങ്ങനത്തെ ഇംഗ്ലീഷ് മൂവികളൊക്കെ നമ്മള് ഭയങ്കര വയലൻസ് മൂവീസ് എല്ലാം കണ്ടത് കൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഇതിൽ ഒരു സീൻ ഉണ്ട്, ആ ഒരു സീൻ മാത്രം എനിക്ക് കുറച്ച് എന്താ പറയാ നല്ല ഹാർട്ട് ടച്ചിങ് ആയി. എനിക്ക് കണ്ടിരുന്നപ്പോ ഞാൻ ഒരു അമ്മയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ആയിപ്പോയി. ഒരൊറ്റ സീൻ, ബാക്കിയെല്ലാം ഓക്കെയാണ്, ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്ഥിരം മാസ് മസാല റിവെഞ്ച് ചിത്രങ്ങളുടെ രീതിയിലുള്ള കഥാതത്വം തന്നെയാണ് മാർക്കോയിലും പിന്തുടരുന്നത്. അത് മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകല്യമുള്ള ഒരു ഇളയ സഹോദരൻ ക്രൂരമായി കൊല്ലപ്പെടുകയാണ് കേട്ടോ. അപ്പൊ അത് അന്വേഷിക്കാനും അതേപോലെ പ്രതികാരം ചെയ്യാനും കുടുംബത്തിലെ ദത്തുപുത്രനായ മാർക്കോ എത്തുന്നതുമാണ് ചിത്രത്തിലെ അതാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. ആ ഒരു കഥയെ അതാണ്. ഒരു കണ്ണു കാണാത്ത ഒരാളെ ക്രൂരമായിട്ട് കൊല്ലുന്നു. അത് ചോദിക്കാൻ വരുന്ന ഒരു ബ്രദർ ആണ് കൊല്ലുന്നത്. അതിൽ ഓരോ എടുത്തു പറയണത് ആ ഒരു സ്ട്രൈക്കേഴ്സ് എടുത്തു പറയണം. ലാസ്റ്റ് സീനെല്ലാം അടിപൊളിയാണ്. അതില് വില്ലൻ കഥാപാത്രങ്ങളാണെങ്കിലും സൂപ്പറാണ്, പറയാതിരിക്കാൻ വയ്യ. അതേപോലെ ഒരു കൊലപാതകം അന്വേഷിക്കുന്നതിൽ നിന്ന് വിശ്വാസവഞ്ചനയുടെയും ചതിയുടെയും ചുരുളുകൾ അഴിയുന്നതോടെ സിനിമ പ്രേക്ഷകരെ അവിടെ പിടിച്ചിരുത്തുന്നുമുണ്ട് കേട്ടോ. വരുന്ന ഫൈറ്റ് സീക്വൻസുകള് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ച അണിയര പ്രവർത്തകരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കണം. സത്യം തന്നെ കേട്ടോ. അതേപോലെ ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഘടകം. ശരിയാണ് കേട്ടോ. റൈഡ് എന്ന ചിത്രത്തിൽ രീതിയിലുള്ള സ്റ്റെയർ കേസ് ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ്, ഇന്റർവെൽ സീക്വൻസ് എന്നിവയിലെ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഒരു ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. ശരിയാണ് അവർ പറയുന്നത്. എനിക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടും. ഇതേപോലെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ അതില് ലാസ്റ്റ് സെക്കൻഡ് പാർട്ട് മുതലാണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ അവരതിൽ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോ മൂവി കാണാത്തവര് എന്തായാലും പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആണ് ഇത്. നമ്മുടെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്കുള്ള കാൽവെപ്പാണ് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ. അപ്പോ കണ്ടവരെങ്ങനെയാണ് ഈ പടം താഴെ ഒന്ന് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പടം ഇഷ്ടമായോ? അതേപോലെ ഫാമിലി ആയിട്ട് കാണാമോ ചോദിച്ചാൽ കാണണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഒപ്പീനിയൻ. കുഞ്ഞുങ്ങളെയൊന്നും കാണിക്കാൻ അത്ര ഇതില്ല കേട്ടോ. അപ്പൊ ചിലവരിങ്ങനെ ചോദിക്കും അതിലെന്താ സെക്ഷൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ ഒരുപാട് എന്നാണ് ചില ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സെക്ഷൽ ആയിട്ടുള്ള സംഭവമേ ഇല്ല. ഇത് വേറെ മാതിരി പടം. എന്തായാലും നിങ്ങൾ പോയിരുന്ന് കാണാത്തവര് നിങ്ങൾക്കൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും. അതേപോലെ നമ്മുടെ മാർക്കോയിൽ ഉണ്ണിമുഖത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് മാർക്കോയിലൂടെ നീളം കാണാനാവുക. മികച്ച പ്രകടനങ്ങളാണ് ചിത്രത്തിന്റെ നട്ടല്.
ഉണ്ണിമുകുന്ദന്റെ മികച്ച പ്രകടനം കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവരുടെ പ്രകടനത്തെ എടുത്തു പറയേണ്ടതാണ്. ശരിയാണ്, ജഗദീഷ് ഏട്ടനും സിദ്ദിഖേട്ടനും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അവർക്ക് കൊടുത്ത കഥാപാത്രം എന്താണോ അത് അവർ നല്ല വൃത്തിക്കും വെടുപ്പുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ചെറിയ ചെറിയ റോൾസ് ചെയ്യുന്നവരും അവരുടെ റോൾസ് പരമാവധി അവർ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് കഥയിൽ പറയാനുള്ളത്. സമീപകാലത്തായി തനിക്ക് വെല്ലുവിളി ഉയർന്ന മികച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ജഗദീഷ് മാർക്കോയിലും പിന്തുടർന്നിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളായി എത്തുന്ന ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ എന്നിവർ തങ്ങളുടെ റോൾ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും മൂവി കാണാത്തവര് മൂവി പോയി കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി മൂവിയാണ്. ടാറ്റ പോണ കുഞ്ഞിന് പോവാ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ കേട്ടോ, മോളാണ്. ഓക്കെ, അപ്പോ എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും പോയി കാണാൻ ശ്രമിക്കുക. പിന്നെന്താ, നമ്മുടെ ഉണ്ണിമുകുന്ദൻ നല്ല അടിപൊളി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വയലൻസ് മൂവികളിൽ ഒന്നാണ്. വയലൻസ് മൂവികളിൽ ഒന്നാണെന്നല്ല, ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാവും ഇത്രയും ഒരു വയലന്റ് ആയി പടം വരുന്നത്. എന്തായാലും അത് നമ്മുടെ കേരള മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. പിന്നെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിമുകുന്ദൻ ചെയ്ത പോലെ പൃഥ്വിരാജിനോ നമ്മുടെ ടൊവിനോയ്ക്കോ ആര് ചെയ്യുമെന്നറിയാം, അവരൊക്കെ നല്ല അടിപൊളിയായി ചെയ്യുന്നതാണ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ആ ഒരു ബോഡിയും ആ ഒരു സ്വാഗും എല്ലാം സൂപ്പറാണ് കേട്ടോ. എന്താ വീടിക്കുറ്റിയൊക്കെ വെച്ചിട്ടുള്ള വരവുണ്ട്. എന്റെ മോനെ സെറ്റ് ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ പോയി കാണുക കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യണ സമയമായി. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ മാർക്കോ മൂവി കാണാത്തവര് പോയി കാണുക, കണ്ടവര് താഴെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അതുവരെയും ടാറ്റ. അതേപോലെ നിങ്ങൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഗൈസ്. അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.